സിജോയുടെ സ്ഥാനത്ത് ആരായാലും ഇഞ്ചേർഡ് ആയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ ഇരട്ടി പവറിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇത് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം പുറത്തു പോയ ഒരാളാണ് എന്ന് ജിൻഡോ. അതെ, അവൻ റാങ്കിങ് ടാസ്കിൽ പോലും ഇത് പറഞ്ഞാണ് 1-ാം സ്ഥാനം പിടിക്കാൻ നോക്കിയത് എന്ന് അഭിഷേക്. സിജോ എന്ന വ്യക്തി മൊത്തം കറക്റ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഈ ഒരു വിഷയത്തിൽ മാത്രമേ എനിക്ക് അവനോട് സഹതാപമുള്ളൂ എന്ന് ഋഷി. അൻസിബ 3 പേരും പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. റസ്മിൻ ആ ഒരു റാങ്കിങ് ടാസ്കില് സിജോയ്ക്കെതിരെ അടിച്ച ഒരു പോയിന്റിനെ കുറിച്ചാണ് ജിൻഡോ ഈ സംസാരിക്കുന്നത്. ഇപ്പൊ രാത്രി ലൈവിനകത്തിരുന്നിട്ട് എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് അറിയില്ല. അത് സിജോയ്ക്ക് നല്ല രീതിയിൽ കൊണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പുള്ളി സ്റ്റക്കായി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് എപ്പിസോഡില്. കാര്യമായിട്ടൊന്നും തിരിച്ചു പറഞ്ഞതൊന്നും കണ്ടില്ല. ഇതിന്റെ പേരിലാണ് റസ്മിൻ പുറത്താവാൻ നേരത്ത് പോലും സിജോയോട് 2-3 തവണ സോറി പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡിനകത്ത്. എന്തായാലും ഇതായിരുന്നു ഈ രാത്രികാലത്ത് ഇവരുടെ ഈ ഒരു ചർച്ച 4 പേരും തമ്മില്. ഋഷിക്കായി കഴിഞ്ഞാലും അഭിഷേകിനായി കഴിഞ്ഞാലും ഇവൻ ജിൻഡോയ്ക്ക് പോലും സിജോ ഫിസിക്കൽ അസോൾട്ട് എന്നും പറഞ്ഞ് സിമ്പതി വോട്ട് പിടിക്കാൻ നോക്കുന്നതിൽ നല്ല വിയോജിപ്പുണ്ട്. റാങ്കിങ് ടാസ്കില് പുള്ളി അതിന് ശ്രമിച്ചു എന്ന് തന്നെയാണ് എനിക്കും തോന്നിയത് കണ്ടപ്പോ. പുതിയ സിജോ ആണ്, കാട്ടുതീ സിജോ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാര്യം പറഞ്ഞ് കളിക്കുന്ന ഇരട്ടത്താപ്പല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചെറിയൊരു ഡിസ്കഷൻ ആണെങ്കിലും 3 പേരുടെയും പോയിന്റുകൾ വളരെയധികം കറക്റ്റ് ആണ്. അതും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.